ഹലോ ഹായ് മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കോഫി വെച്ച് തയ്യാറാക്കി എടുക്കുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കോഫി മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബ്രൂ കോഫിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കോഫി എടുത്താൽ മതി. ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ എടുക്കണം. സാധാ കോഫി പൗഡർ ഇതിലേക്ക് ചേർക്കരുത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല ക്രീമി ആയിട്ട് കിട്ടണം. അപ്പം ഞാനിവിടെ ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ചെയ്താൽ മതി. കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ, കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 2 കപ്പ് അളന്നെടുത്തിട്ടുണ്ട്. ഞാനിവിടെ തിളപ്പിച്ച പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിച്ച് ചൂട് മാറിയ ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഈ പാലിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. നമ്മൾ കോഫി മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവില്ല. നമ്മുടെ ഈ പാലിലേക്ക് തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് ഈ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോഴത്തേക്കും ഈ ഒരു കണക്കിന് പാല് ചേർത്താൽ മതി. മുഴുവനായിട്ട് പാൽ ഒഴിക്കേണ്ട. ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ ആ കോഫിയുടെ മിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേളിലായിട്ട് ആ കോഫി ക്രീം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള കോഫി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. കുടിക്കുന്നതിന് മുന്നേ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കാൻ. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അതുപോലെ ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസും ഡ്രിങ്ക്സും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഒരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.